ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നയതന്ത്ര യുദ്ധം മുറുകുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധ നേടുന്നു. സൗമ്യഭാവത്തിൽ ഭാരതം ശാന്ത സ്വഭാവമാണെന്നും എന്നാൽ രൗദ്രഭാവത്തിൽ വിശ്വരൂപം പ്രകടിപ്പിക്കും എന്നുമാണ് വീഡിയോയിൽ പറയുന്നത്. കൊൽക്കത്ത അദ്വൈതാശ്രമത്തിലെ സ്വാമി ശുദ്ധിനാനന്ദയുടെ പ്രഭാഷണ വീഡിയോയാണ് വലിയ തോതിൽ പ്രചരിക്കുന്നത്. അധർമ്മത്തിനെതിരായ യുദ്ധത്തിൽ അതിനെതിരെ പോരാടുക തന്നെ വേണമെന്ന ഓർമ്മിപ്പിക്കുന്നതാണ് സ്വാമി ശുദ്ധിദാനന്ദയുടെ വാക്കുകൾ. രാജ്യം അപകടത്തിലാകുമ്പോൾ അഹിംസയെക്കുറിച്ച് സംസാരിക്കുന്നത് ഉചിതമല്ല. അഹിംസ നിരുപാധികം പാലിക്കേണ്ട ഒന്നാണെന്ന് ഭാരതീയരെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. എന്നാൽ സാഹചര്യങ്ങൾ അനുസരിച്ച് മാത്രമേ അഹിംസ പ്രയോഗത്തിൽ വരുത്താനാകൂ എന്ന് സ്വാമി ശുദ്ധിദാനന്ദ പറയുന്നു. It's a war against adharma. Adharma has to be fought. Remember this point. Let us not talk about ahimsa here. Somebody came in the last century and he made unconditional practice of ahimsa a compulsory thing which has literally weakened this country. What we want is strength, capacity to resist evil. Whenever there is adharma, we should learn to resist it. മഹിഷാസുര മർദ്ദിനി സ്തോത്രം ഉരുവിട്ടുകൊണ്ടാണ് ഭാരതത്തിന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സൗമ്യഭാവത്തിൽ സ്നേഹസ്വരൂപിണിയായ ഭാരതം അതിന്റെ രൗദ്രഭാവത്തിൽ ശത്രു നിഗ്രഹത്തിന് മടിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ജയ ജയ ഹേ മഹിഷാസുര മർദ്ദിനി രമ്യ കപർദിനി ശൈലസുതേ. She is Ramya Kapardini. Ramya Kapardini means she is beautiful with locked hands. But if she is beautiful, if she is soft, she also has got her terrifying side. She is merciless. She is infinitely strong. She can vanquish the enemies. ശത്രുക്കളെ പ്രതിരോധിക്കാൻ ഭാരതത്തിന് വേണ്ടത് ഒത്തൊരുമയാണെന്ന സ്വാമി ശുദ്ധിദാനന്ദയുടെ വാക്കുകൾ പഹൽഗാം വിഷയത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിനെ ആക്രമിക്കുന്നവർക്കുള്ള മറുപടിയായിട്ടാണ് പലരും പങ്കുവെക്കുന്നത്. So if we have to defeat any enemy, one big lesson that we have to learn is we have to become unified. Amazing. Swami Vivekananda was a great Shakti Pujak. 125 years back, he had spoken about this. So first thing, to protect your country, to protect your Rashtra. കഴിഞ്ഞ ഒക്ടോബറിൽ ഡൽഹിയിൽ മഹാ അഷ്ടമി പൂജയ്ക്കിടെ നടത്തിയ പ്രഭാഷണത്തിന്റെ വീഡിയോകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.